എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ പുൽക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ 3 സൈഡും ഒരേ രീതിയിൽ വെട്ടിയെടുക്കുക. ഇതേപോലെ നാല് സൈഡും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട് രൂപത്തിൽ കിട്ടത്തില്ല. അതുകൊണ്ട് അതിൻ്റെ 3 സൈഡ് മാത്രമേ വെട്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതേപോലെ മടക്കി വെക്കുക. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു വീടിൻ്റെ രൂപത്തിലാവും. ഫെവിക്കോളോ സെല്ലോ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് അത് ഒട്ടിച്ച് വെച്ചാൽ അത് നല്ല സെറ്റപ്പായിട്ട് നിന്നോളൂ. അതിനുശേഷം നമുക്ക് ഇഷ്ടിക കഷ്ണം എന്ന് തോന്നുന്ന രീതിയിലുള്ള അതിൻ്റെ കാർഡ്ബോർഡ് ബോക്സ് തന്നെ ഫസ്റ്റ് പാളി പൊളിച്ച് കളയുമ്പോൾ തന്നെ നമുക്കൊരു വര പോലത്തെ ഒരു ഡിസൈൻ കിട്ടുമല്ലോ. അതിൻ്റെ ചെറിയ ചെറിയ പീസുകളെടുത്ത് നമുക്ക് പുൽക്കൂടിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇതേപോലെ ഒട്ടിച്ച് വെക്കാം. അതിനുശേഷം ഇതിൻ്റെ കളറൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും മിച്ചമുള്ള പെയിൻറ്റോ റെഡ് കളറോ യെല്ലോ കളറോ അങ്ങനെ ഏതെങ്കിലും കളറുകൾ വേണമെങ്കിൽ നമുക്കിത് ഇതേപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും. അതിനുശേഷം നമുക്ക് വൈക്കോല് കിട്ടാഞ്ഞ കാരണം കുറച്ച് വാഴയില ഉണങ്ങി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മേടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പുൽക്കൂട് വെച്ചതിന് ശേഷം കുറച്ച് വെള്ള മണലെടുത്ത് വിരിച്ചു കൊടുത്തു. അതിനുശേഷം ബ്ലാക്ക് കല്ല് ആകാൻ വേണ്ടി നമ്മൾ മെറ്റലെടുത്തിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിരത്തി വെച്ചു. ഇതേപോലെ നല്ല ഡിസൈൻ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതി അടുക്കി വെക്കാം. നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ചെറിയ പുല്ലുകളും അതിൻ്റെ ഇടയ്ക്ക് വെക്കുക. അപ്പോഴത്തേക്ക് ഇതേപോലെ ഒരു അത്യാവശ്യം പുൽക്കൂട് പോലെയൊക്കെ ആയെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രിസ്മസ് ട്രീ കൂടി അതിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ വാഴയില ചെറുതായിട്ട് മുറിച്ചിങ്ങനെ പീസ് പോലെ ഇട്ടപ്പോൾ ഏകദേശം പുൽക്കൂട് പോലെ തോന്നി. അതിനുശേഷം നമുക്ക് ആൾരൂപങ്ങളും നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ രൂപങ്ങളൊക്കെ വേണമല്ലോ. അതിനുവേണ്ടി ഒരു പ്രതിമയ്ക്ക് തന്നെ ഏകദേശം 100 രൂപയ്ക്ക് മേലെ വില വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കിയില്ല, നേരെ പോയി ഒരു 10 രൂപയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കട്ടി പേപ്പറിൽ വെച്ചൊട്ടിച്ചു. ഏകദേശം ഇതേപോലെ. പിന്നെ അകത്തിരിക്കുന്ന ഒരു മെഴുകുതിരി പോലത്തെ ലൈറ്റില്ലേ, അതിന് 20 രൂപയുള്ളൂ. അത് മേടിച്ച് വെച്ചു. പിന്നെ LED ബൾബും അതിൻ്റെ കൂടെ വെച്ചു. പിന്നെ ചെറിയ ചെറിയ സ്റ്റാറുകളും കുഞ്ഞു കുഞ്ഞു മുത്തുകളും എല്ലാം അതേപോലെ തൂക്കിയിട്ടു. അപ്പോഴത്തേക്ക് ഏകദേശം ഒരുമാതിരി പുൽക്കൂട് പോലെയൊക്കെ ആയി. പിന്നെ അത്യാവശ്യം ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് എക്സ്പെൻസും കാര്യങ്ങളൊന്നും വന്നില്ല. ആകപ്പാടെ ചിലവായെന്ന് പറഞ്ഞാൽ LED ബൾബിൻ്റെയും പിന്നെ ആ പ്രിൻ്റ് ഔട്ട് എടുത്തതിൻ്റെയൊക്കെ പൈസ മാത്രമേ ഉള്ളൂ. പിന്നെ ഫെവിക്കോള്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.